ഒരു പഴഞ്ചൊല്ലുണ്ട്, ഒളിച്ചുണ്ടായാൽ വിളിച്ച് പറയും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ഒളിച്ച് എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോയൊരു കുട്ടി ഉണ്ടായാൽ ചിലപ്പോൾ അത് അതേ രൂപസാദൃശ്യം ഉണ്ടാവും. അതെന്താണ്, അത് ദൈവത്തിൻ്റെ ഒരു കളിയാണ്. അതേപോലെ തന്നെ ജയനും ശരിക്കും പറഞ്ഞ് ഒളിച്ചുണ്ടായതാണ് മുരളി ജയൻ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മുടെ എൻ്റെ വല്യച്ഛന് മുരളി എന്ന് പറഞ്ഞിട്ടൊരു മകനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ രശ്മി രംഗത്ത് വന്നു. നമുക്ക് രംഗത്ത് വരാനൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ ജയൻ്റെ കുടുംബക്കാർ വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മുരളിയുടെ DNA എടുക്കുക. DNA എടുത്തിട്ട് ജയൻ്റെ മകനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ജയൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞതിന് അതിന് തക്കതായ ശിക്ഷ നമുക്ക് മേടിച്ചു കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ ജയൻ്റെ മകനാണെന്ന് തെളിഞ്ഞപ്പോൾ നമുക്ക് ജയനിപ്പോൾ ഇല്ല, ജയനൊരു മകനുണ്ടെങ്കിൽ എന്ന് അന്ന് നമ്മൾ എന്തോരം ആഗ്രഹിച്ചു എന്നറിയാം. നമ്മുടെ പ്രേക്ഷകരും അന്നത്തെ യുവതലമുറ എന്തോരം ആഗ്രഹിച്ചു. ആ ആഗ്രഹം സഫലമാവുക ചെയ്യുന്നത് ജയനൊരു മകനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജയനിപ്പോൾ അടുത്ത് തന്നെ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു ഫംഗ്ഷന് കൊണ്ടുവന്നു. ജയൻ്റെ പോലെ കൂളിംഗ് ഗ്ലാസ് വെച്ചു, ജയൻ്റെ പോലെ ടോപ്പാക്കി, കോട്ടിട്ടു. അങ്ങനെ ഭയങ്കര പബ്ലിസിറ്റിയാണ് ഇപ്പോൾ മുരളിക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്നും കിട്ടുന്നത് നമ്മുടെ ജയൻ്റെ കുടുംബക്കാർക്ക് അത്ര കണ്ട് ഇഷ്ടമല്ല. എൻ്റെ വല്യച്ഛൻ്റെ പേരിൽ എല്ലാം തട്ടിയെടുക്കുകയാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത്. അത് അവരുടെ ന്യായമായുള്ള കാര്യം, അത് നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ നമ്മൾക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുടുംബക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ആ കുടുംബക്കാർ നിങ്ങളുടെ പേരിൽ ചീത്തപ്പേരാണ് ഈ മുരളി പറഞ്ഞ് നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണുള്ളത്. മുരളീനെ ശരിക്കും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് DNA എടുത്ത് അത് ജയൻ്റെ മകനല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ജയൻ്റെ കുടുംബക്കാർക്കാണ്. മുരളി പറയണ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജയൻ നേവിയിലാണ്. അതുപോലെ തന്നെ ജയൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ത്രീയാണ് മുരളിയുടെ അമ്മ. സാഹചര്യം എല്ലാം ഒത്തു വന്നിട്ടുണ്ട്, മുഖസാദൃശ്യം ഒത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജയൻ്റെ മകനാണെന്ന് ജനം തെറ്റിദ്ധരിച്ചാൽ ജനത്തിനെ കുറ്റം പറയാൻ പറ്റില്ല. ജനത്തിന് സത്യം അറിഞ്ഞാൽ മതി. യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയണം ജനത്തിന്.